ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴ തോരും മുൻപേയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ തകർന്ന് ഇരിക്കുകയാണ്. ബ്രിജിത്താമ്മയുടെ മരണം അവൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാവുകയാണ്. അലീനയെ കെയർ ചെയ്യുന്നത് അപ്പുറത്ത് കോൺവെന്റിലെ സിസ്റ്റർമാരാണ്. അവളെ അങ്ങനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ബ്രിജിത്താമ്മ വലിയൊരു സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻകുട്ടി മേനോൻ സാറിൻ്റെ മരണവും അതുപോലെ തന്നെ ഇനി അലീനയെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകില്ല, ആരും വരില്ല എന്നൊരു വേദനയൊക്കെ ആയിട്ടാണ് അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയെ നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. പുറമെ ദേഷ്യവും അതുപോലെ വലിയ ഗൗരവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഗ്രേസി അമ്മയും മാമച്ചായനും ഒരു മകളുടെ സ്ഥാനത്ത് തന്നെയാണ് രേവതിക്കുട്ടിയെ സ്നേഹിക്കുന്നതും അവൾക്ക് വേണ്ട പരിചരണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെ ജീവിതം സുഖസുന്ദരമായി തന്നെയാണ് പോകുന്നത്. ഇതിനിടയിൽ മുത്തശ്ശൻ്റെ മരണശേഷം മനു ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ മനുവിന് മാത്രമാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമം മുത്തശ്ശൻ്റെ മരണശേഷം. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കാര്യം മനു എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ്. മുത്തശ്ശൻ പറഞ്ഞായിരുന്നു, ആ സ്നേഹനികേതനത്തിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം, ഹോം നേഴ്സായിട്ട് നിർത്തണം, മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനോട് ഞാനത് വാക്ക് പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട്. ആ സമയത്ത് മനുവിൻ്റെ ആൻറ്റി പറയുകയാണ്, എടാ മനു, നീ ആവശ്യമില്ലാതെ ഓരോ വയ്യാവേലി എടുത്ത് തലയിൽ കയറ്റി വെക്കണ്ട. അത് ഈ ആൻറ്റി എന്ന് പറയുന്നത് അലീനയുടെ സ്വന്തം അമ്മ തന്നെയാണ്. അപ്പോൾ മനു അതിന് സമ്മതിക്കുന്നില്ല. മനു പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്ക് തന്നെയാണ്, അതുകൊണ്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. മരണസമയത്തിൻ്റെ ആ കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെയും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ മനു പറഞ്ഞങ്ങനെ നിർബന്ധം പിടിക്കുകയാണ്. എന്തായാലും മനുവിൻ്റെ ആ ഒരു നിർബന്ധത്തിൽ എല്ലാവർക്കും വഴങ്ങേണ്ടി വരികയാണ്. അതേ സമയത്ത് അങ്കിളിന് ചില സംശയങ്ങൾ മനുവിനോട് ചോദിക്കുകയാണ്. അല്ല മനു, നിന്റെ മുത്തശ്ശൻ അവിടേക്ക് ഇത്രയും വയ്യാതെ കിടക്കുന്നു, പുറത്ത് യാത്രയൊന്നും ചെയ്യാതിരുന്ന നിന്റെ മുത്തശ്ശൻ, അദ്ദേഹം അത്ര ദൂരെ പോയിട്ട് ആ കുട്ടിയെയും അവിടുത്തെ അമ്മയെയും കണ്ട് സംസാരിക്കണമെങ്കിൽ, ആ കുട്ടിയെ ഇങ്ങോട്ട് ഏറ്റെടുത്തോളാം എന്ന് അവർക്ക് വാക്ക് കൊടുക്കണമെങ്കിൽ അതൊരു വെറും കാരുണ്യ പ്രവർത്തനം മാത്രമല്ല, അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ മനു പറയാണ്, മനുവിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പം മനു പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല അങ്കിളെ എന്ന് പറയാണ്. എന്തായാലും അങ്കിളും മനുവും കൂടി തന്നെയാണ് അലീനയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ സ്നേഹനികേതനത്തിൽ എത്തുന്നുണ്ട്. അതേ സമയത്ത് അങ്കിളിന് വീണ്ടും സംശയം. അങ്കിള് പറയാണ്, എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിലുണ്ട്, നിന്റെ മുത്തശ്ശൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്, അത് എന്താണെന്ന് മാത്രമാണ് പിടികിട്ടാത്തത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കോൺവെന്റിലെ സിസ്റ്റർ ഒരു കുടയും ചൂടി, നല്ല മഴയുള്ള സമയമാണ്, അപ്പോൾ കുടയും ചൂടി അലീനയുമായിട്ട് ഈ സ്നേഹനികേതനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്മുടെ മനു ഒന്ന് ചിരിക്കുന്നുണ്ട് അലീനയെ നോക്കിയിട്ട്. അതേ സമയത്ത് അങ്കിളാണെങ്കിൽ അവളെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ കൃഷ്ണൻകുട്ടി മേനോൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളുടെ ഭർത്താവാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അലീന ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അലീനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, തൻ്റെ അമ്മയുടെ ഭർത്താവാണ് എന്ന കാര്യം അലീന തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അലീനയെയും കൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നത്. തൻ്റെ അമ്മയെ ആദ്യമായി കാണാൻ പോകുകയാണ് അലീന. തൻ്റെ അമ്മയെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും അലീനയ്ക്ക് അവിടെ സുഖമായ ഒരു ജീവിതമായിരിക്കില്ല, എപ്പോഴും കുത്തുവാക്കുകളും അതുപോലെ തന്നെ വേദനയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അവൾക്ക് അവിടെ ഉണ്ടാവുക. ആ കരച്ചിലിലും ആ പെടച്ചിലിലുമെല്ലാം കൂട്ടായി നിൽക്കുന്നത് മനുവിൻ്റെ വാക്കുകളാണ് സ്നേഹത്തോടെ അവൾക്കൊരു ആശ്വാസമായി മാറുന്നതും. എന്തായാലും അങ്ങനെയൊരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക്